തിരുവനന്തപുരം കരമന കളിയിക്കവിള റോഡിൽ പാപ്പനംകോട്ട് 300 കിലോ കഞ്ചാവ് ഇന്നോവ കാറിൽ പോലീസ് പിടിച്ചെടുത്തു. കേരളത്തിലേക്ക് കഞ്ചാവുകൾ യഥേഷ്ടം വരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പോലീസിനെ പേടിയില്ല, അതുപോലെ തന്നെ ഡാൻസാഫിനെ പേടിയില്ല. കൃത്യമായി മെയിൻ റോഡിൽ കൂടെ ഇന്നോവ കാറിലേക്ക് 300 കിലോ കഞ്ചാവാണ് കൊണ്ടുവന്നത്. 50ഓളം പാക്കറ്റാണ് ആ കാറിലുണ്ടായിരുന്നത്. ഈ കാറ് കളിയിക്കവിളയിൽ നിന്ന് വന്ന് പാപ്പനംകോട് ഭാഗത്ത് വെച്ച് ഓഫ് റോഡായെന്ന് തോന്നുന്നു. അത് റോഡിൽ നിർത്തിയിട്ടിട്ട് പോയി. അത് വെളുപ്പിനെയാണോ രാത്രിയിലാണോ അത് നന്നാക്കാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയായിരിക്കാം. തിങ്കളാഴ്ച 4 മണിക്ക് ആ കാറിനടുത്തേക്ക് അഫ്സൽ എന്ന് പറഞ്ഞൊരു പയ്യൻ 23-24 വയസ്സ് വന്ന് കാർ എടുക്കാനായിട്ട് കൂടെ ഒരുത്തനൂടെ ഉണ്ടായിരുന്നു. പോലീസ് ഈ കാറ് അബാൻഡൻ ചെയ്ത് അല്ലെങ്കിൽ കാർ അവിടെ റോഡ് സൈഡിൽ ഒതുക്കി കിടക്കുന്ന കണ്ടിട്ട് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസാഫ് സംഘവും സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അത് വാച്ച് ചെയ്തിരിക്കുമ്പോഴാണ് അഫ്സൽ എന്ന് പറഞ്ഞ ഒരാൾ നെടുമങ്ങാട് ഭാഗത്തുനിന്ന് ഉള്ള ആളാണ്. 21 വയസ്സേ ഉള്ളൂ. അയാൾ കാർ എടുക്കാനായിട്ട് അവിടെ വന്നു. അയാളുടെ കൂടെ മറ്റൊരു പയ്യനും ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് ഡാൻസാഫ് അയാളെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു. കാർ തുറന്നു പരിശോധിച്ചു. കാറിൻ്റെ ബാക്ക് സീറ്റ് ഇല്ല. ഇന്നോവയുടെ ബാക്ക് സീറ്റ് മുതൽ പുറകിലെ ഡോർ വരെ കഞ്ചാവ് പാക്കറ്റായി 50ഓളം പാക്കറ്റുകൾ ഒന്നിന് മുകളിൽ ഒന്നിന് അടിച്ചു വെച്ച് എത്ര ധൈര്യസമേതമാണ് അവർ കൊണ്ടുവന്നത്. എന്തായാലും കാറിന് എന്തോ ഡിഫക്റ്റ് ഉണ്ടായപ്പോൾ അവർ റോഡിൽ വെച്ച് പിന്നീട് നന്നാക്കാനാണ്. ഇന്നോവ കാറായതുകൊണ്ട് പോലീസൊന്നും പരിശോധിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും. പോയിട്ട് തിരിച്ച് വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഡാൻസാഫ് സംഘവും ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആന്ധ്രയിൽ നിന്നാണ് ഇവർ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഇത് യഥേഷ്ടം മെയിൻ റോഡിൽ കൂടെ കൊണ്ടുവരികയാണ്. പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ല. ഇത് ബൈ ചാൻസിൽ അബദ്ധത്തിൽ കാറ് ഓഫ് റോഡ് ആയതുകൊണ്ടാണ് ഇത് പിടിക്കാൻ പറ്റിയത്. എന്തായാലും ആൾക്കാരൊക്കെ കൂടി 4 മണിയോടുകൂടി പോലീസ് ഇയാളെ പിടിച്ചു. കമ്മീഷണർ കാർത്തിക് സ്ഥലത്തെത്തി. അതിനുശേഷം അവർ വെയിങ് ബാലൻസ് എല്ലാം കൊണ്ടുവന്നു. രാത്രിയോടുകൂടി റോഡ് സൈഡിൽ തന്നെ നിന്ന് ആ ബാലൻസ് വെച്ച് 300 കിലോ കഞ്ചാവും 50 പാക്കറ്റും പ്രത്യേകം തൂക്കി വെയിറ്റ് എടുത്തു. അത് സീൽ ചെയ്യണം. അത് റോഡിൽ വെച്ച് ഈ കർമ്മങ്ങളെല്ലാം പോലീസ് കഴിച്ചു. കൃത്യമായ മകസറും തയ്യാറാക്കി. ഏതായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ പണം മുടക്ക്, ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ തീർച്ചയായിട്ടും പോലീസ് പ്രവേശിക്കണം. അതിനുശേഷമാണ് യഥാർത്ഥ പ്രതികൾ ആരാണ് ഇത്രയും പണം മുടക്കി ഇത് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവന്ന് ഹൈദരാബാദിൽ നിന്നാണ് എന്നാണ് ഇപ്പം കിട്ടുന്ന വിവരങ്ങൾ. ഇതിൻ്റെ പിന്നെ 1 റാക്കറ്റാണ് ഉള്ളത്. തിരുവനന്തപുരം നഗരത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കണം ഇത്. ഇവിടെ 300 കിലോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ മാർക്കറ്റിംഗ് വളരെ വലുതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പോലീസ് സത്വരമായ നടപടിയിലേക്ക് പ്രവേശിക്കും. യഥാർത്ഥ ആളിലേക്ക് അന്വേഷണം പോകും. അവരെ അറസ്റ്റ് ചെയ്യും. എത്ര നാളുകൊണ്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ എത്രത്തോളം കഞ്ചാവ് തിരുവനന്തപുരത്ത് എത്തിച്ചു ഇതേ റൂട്ടിൽ. ഇത് വാഹനം ഓഫ് റോഡായതുകൊണ്ട് മാത്രമാണ് നമുക്കിത് പിടിക്കാൻ പറ്റിയെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്തായാലും കൃത്യമായ നടപടിയിലേക്ക് പോലീസ് പ്രവേശിച്ചു എന്നാണ് മനസ്സിലാകുന്നത്.